പറയാൻ വാക്കുകളില്ല. എത്ര സങ്കടമുണ്ട്. പക്ഷെ ഇപ്പോൾ ഞങ്ങളുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ പണിക്ക് പോയിട്ട് കിട്ടാതെയും ഇങ്ങനൊരു അപകടം സംഭവിച്ചപ്പോൾ 10 പൈസ ഇല്ലാതെയല്ല എല്ലാവരും പോകുന്നത്. 40 പേരുടെ കുടുംബം എന്ന് പറയുമ്പോൾ ഏറ്റവും ചുരുങ്ങി ഒരു 4 പേരെ കണക്കൂട്ടിക്കോ. അപ്പം അത്രയും ആൾക്കാർ പട്ടിണിയിലാണ്. കടം മേടിച്ചും ലോൺ എടുത്തുമാണ് ശ്രീകൃഷ്ണപ്രിയൻ എന്ന വെള്ളം ഒരുപാട് പ്രതീക്ഷകളുമായി കടലിൽ പോയത്. കിട്ടിയ മീൻ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, വലയും പൂർണ്ണമായി നശിച്ചു. MSC കപ്പലിൽ നിന്ന് നിലംപതിച്ച കണ്ടെയ്നറുകളാണ് വില്ലന്മാർ. മണിയോടുകൂടിയാണ് പോയിട്ട് ഞങ്ങൾ കൊണ്ട് മീനെ കണ്ട് വലയടിച്ച് കുറേ നേരം കഴിഞ്ഞാൽ പിന്നെ റോപ്പും കണ്ട് പോന്നില്ല, വീഞ്ചയിൽ കറങ്ങി പന്നില്ല. നോക്കിയാൽ വലയൊക്കെ പൊട്ടി പോകണേന്ന്, റോപ്പെല്ലാം പൊട്ടിപ്പോയി, വലയുടെ എല്ലാ ഇതും പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 7 ലക്ഷം രൂപയോളം നമുക്ക് നഷ്ടമൊന്നുണ്ട്. മീനിൻ്റെ കാശ് പിന്നെ പോട്ടെ. എറണാകുളം ഫിഷറീസ് ഓഫീസിൽ മാത്രം ഇത്തരത്തിൽ 40 പരാതികൾ ലഭിച്ചിട്ടുണ്ട്. 6 കോടിയുടെ നഷ്ടം കണക്കാക്കിയിട്ടുണ്ടെങ്കിലും ആർക്കും ഒരു നഷ്ടപരിഹാരവും ലഭിച്ചിട്ടില്ലെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പരാതി. അവിടെ നിന്ന് ഇപ്പോൾ പരാതി കൊടുത്തിട്ട് നേരത്തെ കൊടുത്തേക്കണവർക്കും ഒരു തീരുമാനമായിട്ടില്ല. ഇനിയിപ്പോൾ ഇപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, ഇനി എന്താണ് അവർ തീരുമാനിക്കണമെന്നുള്ളത് ഞങ്ങൾക്കെന്തും അറിയാൻ പാടില്ല. ഇനിയിപ്പോൾ ഞങ്ങളിപ്പോൾ ഇത്രയും പേര് പട്ടിണിയാണ്. MSC പോലുള്ള കുത്തക കമ്പനിയോട് നിയമയുദ്ധത്തിന് പോകാനുള്ള സാമ്പത്തികം ഇവർക്കില്ല. സർക്കാർ മാത്രമാണ് ഏക ആശ്രയം. പ്രശ്നമെന്ന് പറഞ്ഞത് ഇപ്പോൾ സർക്കാരിനൊരു സമാധാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ജീവിതം പ്രതിസന്ധിയിലാവും. അപ്പോൾ നിയമപരമായിട്ടും അല്ലെങ്കിൽ കോടതി മുഖാന്തരമായിട്ടും ഈ സർക്കാർ ഇതിനുള്ളൊരു നടപടി കാണണം കപ്പൽ ഉടമകളോട്. അത് ഇനി താൽക്കാലികമായിട്ട് പരിഹാരം കാണാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ഒരു മാർഗ്ഗമില്ല. MSC കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകിയ അഡ്മിറാലിറ്റി സ്യൂട്ട് ഹൈക്കോടതി പരിഗണനയിലാണുള്ളത്. നഷ്ടപരിഹാരം നൽകാൻ അതിൽ തീരുമാനമാകുന്നതുവരെ കാത്തിരുന്നാൽ ഈ മനുഷ്യർ പട്ടിണിയിലാവും.